ഹായ് എവരിവൺ, ഐപ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുളൻ ചെടികളുടെ വളർച്ചയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചില പ്രത്യേകതരം മുളകൾ ഒരു വർഷം തന്നെ മീറ്റർ കണക്കിന് നീളത്തിൽ ഉയരം വെച്ച് വളരാറുണ്ട്. അപ്പോൾ അവയെപ്പറ്റി പറയുമ്പോൾ ഈ വളർച്ചയുടെ കാര്യമാണ് നമ്മൾ പുറമേ കാണുന്നതെങ്കിൽ പോലും വർഷങ്ങളോളം അവ വേരുറപ്പിച്ച് ഈ വളർച്ചയ്ക്കായിട്ട് തയ്യാറെടുത്തിട്ടാണ് പെട്ടെന്ന് പുറമേ കാണുന്ന ഒരു ഗ്രോത്ത് ഉണ്ടാക്കുന്നത്. ഇതേപോലെയാണ് ഈ നെറ്റ് പരീക്ഷയുടെ പ്രിപ്പറേഷൻ ജേണിയും വിദ്യാർത്ഥികളുടെ വിജയവും ഞാൻ കാണുന്നത്. പലരും പ്രിപ്പയർ ചെയ്യുന്നത് പരീക്ഷയുടെ വളരെ അടുത്തെത്തിയ ഒരു 3 months പീരീഡ്, പലപ്പോഴും ഈ കോഴ്സുകൾ നമ്മുടെ അടുത്ത് നിന്ന് തന്നെ വിദ്യാർത്ഥികൾ പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം ലാസ്റ്റ് 1 മാസത്തെ കോഴ്സുകളൊക്കെ ഒരുപാട് പേര് വന്ന് എടുക്കാറുണ്ട്. അത്യാവശ്യം ഒരു സെൽഫ് പ്രിപ്പറേഷൻ നടത്തിയിട്ട് ഫൈനൽ റൗണ്ട് പ്രിപ്പറേഷന് വേണ്ടി ഈ കോഴ്സുകൾ ജോയിൻ ചെയ്യുന്നത് നല്ല ആശയമാണ്. എന്നാൽ ഈ 1 മാസം കൊണ്ട് അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പുള്ള ലോങ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഒക്കെ കണ്ടതുകൊണ്ട് മാത്രം പാസ്സാവാൻ പറ്റുന്ന ഒരു പരീക്ഷയല്ല നെറ്റ് പരീക്ഷ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുകയല്ല, നമ്മൾ എത്ര നേരത്തെ തുടങ്ങാമോ, എത്ര കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് എടുക്കാമോ അത്രയും വിജയസാധ്യത കൂടുന്ന ഒരു പരീക്ഷയാണ്. കാര്യം ഇത് സെറ്റ് പോലെയോ കേറ്ററ്റ് പോലെയോ ഫിക്സഡ് ആയിട്ട് ഒരു കട്ട് ഓഫ് കടന്നാൽ നിങ്ങൾ പാസ്സാകും എന്നുള്ളൊരു പരീക്ഷയല്ല. പേപ്പർ 1ന്റെ നമ്മുടെ 50 ചോദ്യങ്ങൾക്ക് 100 മാർക്കും, പേപ്പർ 2 നിങ്ങളുടെ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയയ്ക്ക് 200 മാർക്കും അടക്കം ടോട്ടൽ 150 ചോദ്യങ്ങളും 300 മാർക്കുമാണ്. പലപ്പോഴും കുട്ടികൾ പരീക്ഷ കഴിഞ്ഞ് ചോദിക്കാറുണ്ട്, സാറേ കട്ട് ഓഫ് എത്രയാ, അല്ലെങ്കിൽ എനിക്ക് ഇത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി, ഞാൻ പാസ്സാകുമോ? അങ്ങനെയുള്ള ഒരു പരീക്ഷ അല്ല ഇത്. ഇതില് നമ്മുടെ ടോട്ടൽ വിദ്യാർത്ഥികൾ എഴുതുന്ന 1 മുതൽ 100 വരെ നമ്മൾ കുട്ടികളെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ഒരു ടോപ്പ് 6% ആൾക്കാർ മാത്രം പാസ്സാകുന്ന രീതിയിൽ നമ്മുടെ PSC പരീക്ഷകൾക്കൊക്കെ വേരിയിങ് കട്ട് ഓഫ് വരുന്നത് പോലെ കട്ട് ഓഫ് തീരുമാനിക്കുന്ന ഒരു പരീക്ഷയാണ്. അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷനും ഈ ഒരു മുളം ചെടിയുടെ വളർച്ച പോലെ ആവണം. അടിസ്ഥാന പാഠങ്ങൾ വേരൂന്നി പഠിച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് അത് കഴിഞ്ഞ് നിങ്ങൾ പരീക്ഷാ ഹാളിൽ പോകുമ്പോൾ മികച്ചൊരു പെർഫോമൻസ് നൽകുകയും ഈ ടോപ്പ് 6% എത്തി ക്വാളിഫൈ ചെയ്യാൻ പറ്റുകയും വേണം. ആ വിജയം കാണുമ്പോൾ എല്ലാവരും നിങ്ങളോട് ചോദിക്കും. നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോഴായാലും കുട്ടികളുടെ എക്സൈറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ കാണാം. അവരോട് ചോദിക്കുമ്പോഴും മറ്റുള്ളവർ നോക്കുമ്പോൾ പെട്ടെന്ന് JRFലേക്ക് 10-25 ലക്ഷം രൂപ സ്കോളർഷിപ്പോട് കൂടി PhD ചെയ്യാനുള്ള അവസരമാണ്. ഇനി മുതൽ PhD ചെയ്യണമെങ്കിൽ തന്നെ എൻട്രൻസ് ടെസ്റ്റ് ആയിട്ട് NTA UGC നെറ്റ് ആണ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരിക. അപ്പോൾ നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങുക, ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള വഴി ഒരുക്കുക. ഇതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഈ ചാനലിൽ 1000-ന് മുകളിൽ ഫ്രീ ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സുകളുണ്ട്. സബ്ജക്റ്റിൻ്റെയും പേപ്പർ 1ൻ്റെയും ഏരിയ തിരിച്ചുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പ്ലേലിസ്റ്റുകൾ ചെക്ക് ചെയ്യുക. നിങ്ങൾക്കൊരു പെയ്ഡ് പ്രോഗ്രാം ആവശ്യമാണെങ്കിൽ ഇനിയുള്ള ചുരുങ്ങിയ സമയത്ത് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാനായിട്ട് അവയുടെ അവൈലബിലിറ്റിയും ഉണ്ട്. ഫ്രീ ആയിട്ട് ട്രയൽ കണ്ടു നോക്കാം. മെന്റർഷിപ്പും ഗൈഡൻസും നോട്ടിനുള്ള ആക്സസും 10,000-ഓളം ചോദ്യങ്ങൾ വിത്ത് എക്സ്പ്ലനേഷനും മോക്ക് ടെസ്റ്റുകളും CBT മോഡിൽ ടെസ്റ്റ് എടുക്കാനുള്ള അവസരമൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിൽ നേരത്തെ പഠിക്കുക, സിലബസ് കവർ ചെയ്ത് വേരുറച്ച ഒരു അടിസ്ഥാനം ഉണ്ടാക്കുക. നിങ്ങളുടെ വളർച്ച വിജയം ഉറപ്പാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.